ചാനലിലേക്ക് സ്വാഗതം. എ റൈറ്റർ only begins a book, a reader finishes it. അതെ, പുസ്തകം എഴുത്തുകാരനെയും കിടന്ന് ഇന്നെന്റെ അനുഭവങ്ങളാവുന്നു. അപ്പോൾ തുടങ്ങുകയല്ലേ ഇന്നത്തെ വായനാലോകം. നമസ്കാരം. അക്ഷരത്താൾ വായനയുടെ പന്തിരിയാണെങ്കിൽ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അതിഥി ആരാണെന്ന് അറിയട്ടെ? ശ്രീമതി ജ്യോതിബായി പരിയാടത്ത്. 1965 ഏപ്രിൽ 26 പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ ജനനം. അച്ഛൻ അന്തിക്കാട് പുഴുകോവിലത്ത് കൃഷ്ണപ്പണിക്കർ, അമ്മ നെന്മാറ പരിയാടത്ത് സത്യഭാമ അമ്മ. പഴയ ഗ്രാമം LP സ്കൂൾ, നെന്മാറ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ, നെന്മാറ NSS കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. രസതന്ത്രത്തിൽ ബിരുദം, സോഷ്യോളജിയിലും മലയാളത്തിലും ബിരുദാനന്തര ബിരുദം. കൃതികൾ: കാവ്യസമാഹാരം പേശാമടന്ത, ആത്മകഥാഖ്യാനം മൈലമ്മ ഒരു ജീവിതം, മൈലമ്മ പോരാട്ടമേ വാഴുകൈ തമിഴ് വിവർത്തനം, മൈലമ്മ ലൈഫ് ഓഫ് എ ട്രൈബൽ ഇക്കോ വാരിയർ ഇംഗ്ലീഷ് വിവർത്തനം. തിരക്കഥാ വിവർത്തനം മൈക്കൽ ആഞ്ചലോ ആൻ്റോണിയോനിയുടെ ലാ നൊട്ടെ. കവിതാ വിവർത്തനം മയക്കോവ്സ്കി കവിതകൾ. പാലക്കാടിൻ്റെ സാമൂഹിക ചരിത്ര, സാംസ്കാരിക, രാഷ്ട്രീയ ചരിത്രങ്ങൾ ഉൾപ്പെടുത്തി പാലക്കാട് സ്ഥലം, കാലം, ചരിത്രം എന്ന പേരിൽ ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയ ബൃഹത് ഗ്രന്ഥത്തിൻ്റെ പത്രാധിപ സമിതി അംഗമായിരുന്നു. കൈരളി ചാനൽ കാവ്യാലാപന പരിപാടി മാമ്പഴം വിധികർത്താവായിരുന്നു. ആകാശവാണി തൃശൂർ നിലയത്തിൽ കാവ്യാഞ്ജലിയിൽ കവിതകൾ അവതരിപ്പിച്ചിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമിതി, OV വിജയൻ സ്മാരക സമിതി എന്നിവയിൽ അംഗം. പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് കാവ്യസദസ്സ് എന്ന കാവ്യാലാപന പരിപാടിയുടെ സംഘാടക. ബ്ലോഗുകൾ: ജ്യോതിസ് കവിതകളും വിവർത്തനങ്ങളും, കാവ്യം സുഗേയം കാവ്യാലാപന ബ്ലോഗ്. പുരസ്കാരങ്ങൾ: കോവൈ കൾച്ചറൽ സെൻറ്റർ 2012 കവിതാ പുരസ്കാരം, ജില്ലാ ഭരണകൂടത്തിൻ്റെ 2012 ഭാഷാ സേവന പുരസ്കാരം. കവിയും സാമൂഹിക പ്രവർത്തകയും ബ്ലോഗറുമായ ജ്യോതി മേഡത്തിന്റെ ആശംസകളാവട്ടെ. ആദ്യം, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ വ്യത്യസ്തവും പുതുമയുള്ളതുമായ ഒരു വായനാ ദിനമാണ് നാം ഇന്ന് ഈ വർഷം ആഘോഷിക്കുന്നത്. ലോകം മുഴുവനും ദുരന്ത ഭീഷണിയിലാണ്, ദുരന്തത്തിൻ്റെ നിഴലിലാണ്. ഇപ്പോൾ കോവിഡ് ദുരന്തത്തിൻ്റെ നിഴലിലാണ്. ഇപ്പോൾ ഭീതിയുടെ ഒരു മുൻപിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് പലപ്പോഴും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി വളരെ ഉൽപ്പതിഷ്ഠങ്ങളായ, വളരെ ഉത്കർഷേച്ഛുക്കളായ മലയാളികളാണ് നമ്മൾ. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനം തീർച്ചയായിട്ടും ഒന്നിൽ നിന്നും മാറി നിൽക്കേണ്ട, ആഘോഷങ്ങളായാലും ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും എന്തായാലും ഒന്നിൽ നിന്നും മാറി നിൽക്കണ്ട എന്നാണ് തീരുമാനം. അങ്ങനെയാണ് നമ്മൾ വായനാ ദിനവും ഓൺലൈനായിട്ട് ആഘോഷിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ആശംസ നേരുക എന്നത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ ചില വിദ്യാലയങ്ങളിൽ വായനാ ദിനത്തിന് സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വായനാ വാരത്തിന് സംസാരിക്കാൻ പോകുന്ന സമയത്ത് അവരോട് ഒരൊറ്റ കാര്യമേ ഞാൻ പറയാറുള്ളൂ. പൊതുവെ നമുക്ക് വേണ്ട ഒന്നും മുഴുവനായിട്ടും എവിടെ നിന്നും കിട്ടുന്നില്ല. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സ ബ്രഹ്മചാരിഭി പാദം കാലക്രമേണ ച. അങ്ങനെ കാലം നമ്മളെ ഒരുപാട് പഠിപ്പിക്കും. അങ്ങനെ ഒരു പഠനമാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലം നമ്മളെ പഠിപ്പിച്ച ജീവിതം, ഒരു ലളിത ജീവിതം, അടച്ചിരിപ്പിൻ്റെ ഒരു ജീവിതം. ആ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന, നമ്മുടെ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന, നമ്മുടെ വായനയിൽ നിന്ന്, നമ്മുടെ ഇടപെടലുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ജീവിതത്തിൻ്റെ ചില മൂല്യങ്ങൾ എത്രത്തോളം പ്രായോഗികമാക്കാം ഈ ഇരിപ്പിൽ. അങ്ങനത്തെ കുറേ ചിന്തകൾക്ക് വഴിവെക്കാൻ കൂടിയാണ് ഈ ഇരിപ്പ്. അതിനു വേണ്ടിയിട്ടാണ് പ്രകൃതി, അല്ലെങ്കിൽ കാലം നമ്മളെ ഒരുപാട് പഠിപ്പിക്കുന്നത്. ആശംസകളോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. വായന എന്നത് കേവലം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. പുസ്തകം വായിക്കൂ, പുസ്തകം വായിക്കൂ, പുസ്തകം വായിക്കൂ എന്ന് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ടത്. പക്ഷേ പുസ്തകത്തിനപ്പുറത്തേക്കുള്ള ചില വായനകൾ കൂടെ നമ്മൾ നടത്തേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഈ വായനാ ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.
പ്രകൃതിയെ വായിക്കൂ, മനുഷ്യരെ വായിക്കൂ. ഇപ്പം നമുക്കറിയാം, നമ്മളിൽ നിന്നൊക്കെ എത്രയോ കുട്ടികളിൽ നിന്നൊക്കെ നമ്മൾ മാറ്റി നിർത്തിയതാണ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും പോലുള്ള വസ്തുക്കൾ. നമ്മൾ അതിൻ്റെ ഗുണഫലങ്ങളെക്കാളും കൂടുതൽ കണ്ടത് അതിൻ്റെ ദോഷഫലങ്ങളാണ്. അതിൻ്റെ സാധ്യതകളെക്കാളും നമ്മൾ കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അതിൻ്റെ പരിമിതികളെക്കുറിച്ചാണ്, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചാണ്. പക്ഷെ നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അതില്ലാതെ ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും പഠനം സാധ്യമാവില്ല എന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപകടങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒന്നിനെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടെ നമ്മൾ മനസ്സിലാക്കണം, സാധ്യതകളെക്കുറിച്ച് കൂടെ നമ്മൾ പഠിക്കണം. ആ സാധ്യതകളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അതിൻ്റെ പരിമിതികളെക്കുറിച്ച് അറിയാനും അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കാനും എന്നാണ് ഈ വായനാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്നത് തന്നെ നമ്മൾ ശ്രദ്ധിക്കാം. സ്കൂൾ തുറന്നത് ജൂൺ 1 സ്കൂൾ തുറന്നു. പക്ഷേ നമുക്ക് സ്കൂളിൽ പോയി പഠിക്കാനോ പുസ്തകങ്ങളൊക്കെ വായിക്കാനോ വാങ്ങിക്കാനോ ഉള്ള സൗകര്യങ്ങൾ പോലും ഇപ്പം ഇല്ല. ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ചാനലുകൾ വഴി നിങ്ങളുടെ ക്ലാസ്സുകൾ, മൊബൈൽ ഫോൺ വഴി ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങൾ നേരിട്ടല്ലെങ്കിലും ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യരെ അറിയാൻ, മനുഷ്യരെ മനസ്സിലാക്കാനൊക്കെ കാലം നമ്മളെ ഒരുപാട് പഠിപ്പിക്കുകയാണ്. ഈ ചിന്തകൾ, ഈ അടച്ചിരിപ്പിൽ കൂടെ ഒരുപാട് മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കുകയാണ്. ഇടശ്ശേരി പറയുന്നത് പോലെ സ്കൂളിൽ നേരിട്ട് ചെന്നാൽ മാത്രമല്ല വിദ്യാഭ്യാസം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമല്ല വിദ്യാഭ്യാസം. പോയി നാം ഇത്തിരി വ്യാകരണം അയലാക്കിയിട്ട് വരുന്നു മണ്ടം, നാവിൽ നിന്ന് എപ്പോഴേ പോയി മറഞ്ഞു നാനാ ജഗന്മനോരമ്യ ഭാഷ. അങ്ങനെ ഒരു നാനാ ജഗന്മനോരമ്യ ഭാഷയുണ്ട് നമുക്ക് ചുറ്റും. ആ ഭാഷ അറിയാൻ, ആ ഭാഷ വായിക്കാൻ, ആ പുസ്തകങ്ങളെ ഉൾക്കൊള്ളാൻ പ്രകൃതി തന്നെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച പുസ്തകമാണ്. മനുഷ്യകുലം തന്നെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച പുസ്തകങ്ങളാണ്. അതിനെ വായിക്കുക, അതിനെ മനസ്സിലാക്കുക, അതിനെ ഉൾക്കൊള്ളുക. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടെയാണ് ഈ വായനാ ദിനത്തിൽ നിങ്ങൾക്ക് ആശംസ നേരുന്നതോടൊപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ എന്നാലും ഒന്നും കൂടെ പറയട്ടെ. നമ്മൾ ഒരു വർഷത്തിലൊരിക്കൽ വായനാ ദിനം ആഘോഷിക്കുന്നു, ഒരിക്കൽ വായനാ വാരം ആഘോഷിക്കുന്നു. ONV കുറുപ്പിൻ്റെ ഒരു കവിതയിൽ ONV കുറുപ്പ് പറയുന്നുണ്ട്, ഒരു ദിവസം തിന്നു കുടിച്ച് അട്ടമാടി വീണ്ടും പെരുവഴിയാം പാമ്പിൻ വായിൽ ഇരകളായി വീഴുന്നു എന്നാണ് കവിതയുടെ വരികൾ. ഈ ഒരു ദിവസത്തെ വായനാ ദിനം ആഘോഷിച്ച്, ഒരാഴ്ചത്തെ വായനാവാരം ആഘോഷിച്ച് ഒരു കൊല്ലം മുഴുവൻ അതിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. നേരത്തെ പറഞ്ഞ മാതിരി വായന എന്ന് പറഞ്ഞാൽ പുസ്തക വായനയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, പുസ്തക വായനയുണ്ട്. പക്ഷേ പുസ്തക വായനയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരുപാട് വായനകൾ, മനുഷ്യരെ വായിക്കാൻ, പ്രകൃതിയെ വായിക്കാനൊക്കെ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനിപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ സാങ്കേതികതയും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അതും കൂടെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാൻ. കാലം നമ്മളെ അങ്ങനെ ഒരുപാട് പാഠങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാഠം പഠിക്കാനും കൂടെ നമ്മൾ സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വായനാ ദിനത്തിനും തുടർന്ന് വായനാ വാരത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഇനിയും വായനയുടെ വിസ്മയ കാഴ്ചയിലേക്ക് ഇറങ്ങാൻ തീർച്ചയായും ഞങ്ങൾക്ക് പ്രചോദനമാണ് മാഡത്തിന്റെ ഈ വാക്കുകൾ. നന്ദി മാഡം. ഗാർഗി സരസ്വതിയുടെ ദി ഇമ്മോർട്ടൽസ് ഓഫ് മേലുഹിയിൽ നിന്നും നമുക്ക് തുടങ്ങിയാലോ? Namaste. Today I am going to present a review of a book called The Immortals of Meluha, written by Amish Trivedi. It is the first book of the Shiva trilogy. The story is set in the land of Meluha and begins with the arrival of the main protagonist Shiva, the leader of the tribe called Gunas. The foreigners, known as the Meluhans, believe that Shiva is a fabled savior called Nilakand. This fictional story takes place in the 1900 BC. The inhabitants of that period called it the land of Meluha, a near-perfect empire created many centuries earlier by Lord Ram, one of the greatest monarchs that ever lived. This once proud empire and its Suryavamshi rulers is now facing severe perils due to the drying extinction of the river Saraswati. They also face devastating terrorist attacks from the land of the east, the Chandravamshis. To make matters worse, the Chandravamshis have allied with the Nagas, an ostracized and sinister race of deformed humans with astonishing martial skills. The only hope for the Suryavamshis is an ancient legend. When evil reaches epic proportions, when all seems lost, and when it appears that your enemies have triumphed,
a hero will emerge. Shiva decides to help the Meluhans in their war against the Chandravanshis. However, during his journey and the fight that ensues, he learns that how his choices actually reflect how he aspires to be and how it leads to dire consequences. The author decided to base his story on how all gods were once human beings, and it's because of their deeds in the human life that made them famous as gods. The book went on to become a huge commercial success, and it was critically acclaimed by many Indian reviewers. In February 2013, it was the fastest selling book series of the history of Indian publishing, with 2.5 million copies in print and over 60 crore rupees in sales. The message that I received from the book is that there is no limits to the human body, mind, and soul. It is your dedication, your character, and your hard work that defines what you are. It inspires others and they follow you. I recommend this book to all of you. Thank you. താങ്ക് യു ഗാർഗി. മനസ്സിനും ശരീരത്തിനും അതിരുകൾ കൽപ്പിക്കാതെ കഴിവുകളെ ഉണർത്തിയെടുത്ത് നമുക്ക് മുന്നേറാം. എന്നും രണ്ടാമനാവാൻ വിധിക്കപ്പെട്ടവർ. അതെ, ഒറ്റപ്പെടുന്ന മനുഷ്യന്റെ വാക്കുകൾ, വേദനകൾ വാക്കുകളായി എഴുതിയ മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ MT വാസുദേവൻ നായർ. രണ്ടാം ഊഴത്തിന്റെ വായനാ അനുഭവങ്ങളുമായി വരുന്നു ദേവനന്ദ മനോജ്. എൻ്റെ പേര് ദേവനന്ദ മനോജ്. ഇന്നിവിടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലാണ്. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ രംഗങ്ങളിൽ പ്രശസ്തനായ മലയാളിയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം MT എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് പത്മഭൂഷൺ, ജ്ഞാനപീഠം എന്നീ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായർ രചിച്ച മലയാളത്തിലെ പ്രശസ്തമായ ഒരു നോവലാണ് രണ്ടാം ഊഴം. മഹാഭാരത കഥയെ ആസ്പദമാക്കി രചിച്ച ഈ നോവലിൽ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം. 5 മക്കളിൽ രണ്ടാമനായ ഭീമന് എല്ലായ്പ്പോഴും അർജുനനോ യുധിഷ്ഠിരനോ കഴിഞ്ഞ് രണ്ടാം ഊഴങ്ങൾ ലഭിക്കുന്നു. പാഞ്ചാലിയുടെ കാര്യത്തിലും ഇത് തുടരുന്നു. ഇതാണ് പേരിന് പിന്നിൽ. 1985 രണ്ടാം ഊഴം എന്ന ഈ നോവലിന് വയലാർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. മഹാഭാരത കഥ തന്നെയാണ് രണ്ടാം ഊഴത്തിന്റെ കഥയും. എങ്കിലും അതിശക്തനും ലളിത ചിന്താഗതിക്കാരനുമായ ഭീമൻ എന്ന മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളും നോവലിൽ ഭീമന്റെ കണ്ണുകളിലൂടെ വിവരിക്കുന്നു. പലപ്പോഴും സഹോദരന്മാരുടെ ചിന്തകൾ ഭീമന് മനസ്സിലാവുന്നില്ല. കാനന കന്യകയായ ഹിഡുംബിയിലാണോ അതോ രാജകുമാരിയായ ദ്രൗപദിയിലാണോ ഭീമന് കൂടുതൽ പ്രണയമെന്ന് വായനക്കാരനെ സംശയം തോന്നിപ്പിക്കുന്നു. വായുപുത്രൻ എന്ന് വിശ്വസിച്ച് എല്ലാ ആപത്ഘട്ടങ്ങളിലും വായുദേവനെ വിളിച്ചു പോന്ന ഭീമന്റെ പിതൃത്വം കഥാന്ത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. വായുപുത്രൻ എന്ന് അഹങ്കരിച്ചു നടന്ന ഭീമൻ ഒടുവിൽ അവിടെയും തോൽക്കപ്പെടുന്നു. ഒടുവിൽ ഭാരത യുദ്ധത്തിനു ശേഷം മല കയറവെ ഓരോ സഹോദരന്മാരായി വീണുപോകുന്നു. അവരുടെ പാപങ്ങളാണ് അവരെ വീഴ്ത്തുന്നതെന്ന യുധിഷ്ഠിരന്റെ വാക്ക് വിശ്വസിച്ച് മുന്നോട്ട് നടക്കവേ ദ്രൗപദിയും വീഴുന്നു. അങ്ങനെ ദ്രൗപദിയെ താങ്ങാനായി ഭീമൻ തിരിഞ്ഞു നടക്കുന്നു. മഹാഭാരതത്തിൽ വളരെ അകലെ കാണപ്പെടുന്ന പല കഥാപാത്രങ്ങളും രണ്ടാം ഊഴത്തിൽ വളരെ അടുത്തു കാണിക്കാനായി കഥാകൃത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വിശ്വകൻ. ഭീമന്റെ സാരഥിയായ വിശ്വകനെ മഹാഭാരതത്തിൽ വളരെ ചെറുതായാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബലന്ധര. ഒട്ടും പ്രാധാന്യമില്ലാത്ത കഥാപാത്രമാണ് ബലന്ധര. എങ്കിലും ഭീമന്റെ മനസ്സിൽ ബലന്ധരയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. രണ്ടാം ഊഴത്തിൽ 9 അധ്യായങ്ങളാണ് ഉള്ളത്. യാത്ര, കൊടുങ്കാറ്റിന്റെ മർമ്മരം, വനവീഥികൾ, അക്ഷഹൃദയം, പഞ്ചവർണ്ണ പൂക്കൾ, വിരാടം, ജീർണവസ്ത്രങ്ങൾ, പൈതൃകം, ഫലസിദ്ധി. കൃഷ്ണദ്വൈപായനൻ വായനക്കാർക്കായി വിട്ടിട്ട് പോയ ദീർഘമായ ചില മൗനങ്ങൾക്ക് ഉത്തരം നൽകുക മാത്രമായിരുന്നു രണ്ടാം ഊഴത്തിലൂടെ താൻ ഉദ്ദേശിച്ചെന്ന് MT പറഞ്ഞു വെക്കുന്നു. എൻ്റെ പുസ്തക പരിചയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി.
താങ്ക് യു ദേവനന്ദ. പരിമിതികളെ മറികടന്ന ലോക പ്രശസ്തിയായ ഒരു പെൺകുട്ടിയുടെ ആത്മകഥ. അതെ, ഹെലൻ കെല്ലർ. ആ ജീവിതകഥ പങ്കുവയ്ക്കുന്നു ആർദ്ര സന്തോഷ്. Hi friends, my name is Arthra Santosh and I'm studying in class 8B. Today I'm going to introduce you to one of my favorite book, The Story of My Life by Helen Keller. This book is the autobiography of Helen Keller. I read this book in the starting of 2021 and I really liked this book. Reading this book gave me joy and inspiration. The book is about a young girl who is both deaf and blind. With an extraordinary immediacy, Keller reveals her frustrations and rage and take the reader into an unforgettable journey of her education and breakthroughs into the world of communication. From the moment Keller recognizes the word water when her teacher fingerspells the letters, we share her triumph as that living word awakened my soul, gave it light, hope, joy, set it free. An unparalleled chronicle of courage, the story of my life remains startlingly fresh. Never miss reading this great book. Thank you. ഇച്ഛാശക്തിയും പരിശ്രമവും കൊണ്ട് വിജയം കൈവരിച്ച ഹെലൻ കെല്ലറെയും ആ വിജയത്തിന്റെ പിന്നിൽ കൈകോർത്ത് നിന്ന ആൻസ് സുള്ളിവൻ എന്ന അധ്യാപികയെയും നമുക്ക് സ്മരിക്കാം. അടുത്തതായി ശ്രേയയുടെ ദ വെസാർഡ് ഓഫ് ദ ഓസ് എന്ന ബുക്കിന്റെ അവതരണമാണ്. A book is a gift that you can open again and again. Garrison Keillor. Hi all, my name is Shreya S. I'm studying AP. Today I'm going to introduce the book The Wizard of Oz by L. Frank Baum. The book The Wizard of Oz is written by L. Frank Baum. He is the author of the Oz books. The Oz books forms a series which begins with The Wonderful Wizard of Oz and relates a fictional history of the land of Oz. He was the one who created Oz. The series contained 14 full-length Oz books. Lyman Frank Baum, also known as L. Frank Baum, was an American author known for his children's books. He wrote 14 novels in the Oz series plus 41 other novels, 83 short stories, over 200 poems and 83 and at least 42 scripts. He was born on 15th May 1856 and died on 6th May 19. The book The Wizard of Oz is a fantasy fiction. A girl named Dorothy and her pet dog Toto are the main characters. After a terrible cyclone, Dorothy finds herself in a strange and magical world. In the way to find her way back home, she and her dog meets many frightening and friendly creatures. The only way to get home is to visit the Wizard of Oz for help. The Scarecrow, the Cowardly Lion, and the Tin Wood Man join her adventure, each one hoping to meet the Great Wizard. It was a good experience to me when I read this book. It's an interesting story. I'm concluding my talk by recommending this book to you all. Thank you. താങ്ക് യു ശ്രേയ. പാർവതി എസ് പിള്ളെ ദി സീക്രട്ട് ഗാർഡൻ എന്ന പുസ്തകത്തിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു. Hello everyone, my name is Parvati S. Today I am going to tell about the story The Secret Garden. It's written by Francis Hodgson Burnett. The characters of this novel are Mary Lennox, Dickon Sowerby, Sir Colin Craven, Ben Weatherstaff and Martha Sowerby. This is a story about a spoiled English girl named Mary who grows up in India with her mother and father. Her parents ignored her, so her ayah or granny mostly take care of her. However, cholera begins infecting the people of the house, killing nearly everyone except Mary. Mary is then taken to live with her uncle, Archibald Craven, a lonely man who lives in a large mansion near Moor and travels often. Mary is instructed to stay in her room
by the headmistress, Mrs. Medlock. Mary meets Martha, a servant girl with a thick Yorkshire accent. Mary expects that Martha will do everything for her, but Martha tells her that she has to learn to do things by herself. Mary is bored of the mansion since there is no one around. She explores the surrounding gardens and discovers a secret garden with no entrance. Then the story begins. It is a nice story and I enjoyed it. And also I recommend all of you to read that book. Thank you. താങ്ക് യു പാർവതി. അടുത്തതായി പാർവതിയുടെ അമ്മയും നാമക്കുഴി ഗവൺമെന്റ് സ്കൂളിലെ മലയാളം അധ്യാപികയുമായ മായ ടീച്ചറിന്റെ പുസ്തക പരിചയം കാണാം. നമസ്കാരം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാർവതിയുടെ അമ്മയാണ്. വായിച്ചത് പുസ്തകം ഹൈമവത ഭൂവിൽ, MP വീരേന്ദ്രകുമാറിൻ്റെ ഹൈമവത ഭൂവിൽ എന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ്. വീരേന്ദ്രകുമാർ എന്ന പ്രതിഭയെക്കുറിച്ച്, ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ വിളിക്കാവുന്ന അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹം നിയമസഭാംഗമായിരുന്നു, ലോകസഭാംഗമായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. പരിസ്ഥിതിയും ആദിവാസി ക്ഷേമം ഇവയിലൊക്കെ തൽപരനായി നല്ലവണ്ണം പ്രവർത്തിച്ച ഒരു ക്രാന്തദർശിയായ പരിസ്ഥിതി പ്രവർത്തകനും മികച്ച ഒരു വാഗ്മിയും അതിനേക്കാളുപരി പണ്ഡിതനും ഒക്കെയായിരുന്നു. അദ്ദേഹം ബിരുദധാരിയായിരുന്നത് ഫിലോസഫിയിലാണ്. MBA ബിരുദവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1936 കൽപ്പറ്റയിലാണ്, വയനാട്ടിലെ കൽപ്പറ്റയിലാണ് അദ്ദേഹം ജനിച്ചത്. 2020 അദ്ദേഹം നിര്യാതനായത്. അദ്ദേഹത്തിന്റെ ഈ വ്യക്തിത്വത്തിന്റെ ബഹുമുഖ പ്രതിഭാധനത്വം മുഴുവനും നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഹൈമവത ഭൂവിൽ എന്നുള്ളത്. വളരെയധികം നമ്മളെ കൂപ്പുകൈകളോടെ മാത്രം അദ്ദേഹത്തെ സമീപിക്കാവുന്ന ഒരു ഗ്രന്ഥമാണിത്. കാരണം ഇത് വായിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഹിമാലയത്തിലേക്കുള്ള ഹിമാലയത്തിലേക്കുള്ള ഒരു യാത്രാ വിവരണം അതാണ് എങ്കിൽ പോലും ഹിമാലയം എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇന്ത്യയുടെ പൈതൃക സംസ്കാര കേന്ദ്രത്തിന്റെ ഒക്കെ ഉറവിടമാണ്. നമുക്ക് എന്നും അങ്ങോട്ടേക്കുള്ള യാത്രാ വിവരണം എന്ന് പറയുമ്പോൾ വളരെയധികം താല്പര്യമുള്ള ഒന്നാണ്. അതിനേക്കാൾ ആ ഒരു യാത്രാ വിവരണം എന്ന് പറയുമ്പോൾ ആ സംസ്കാരത്തെക്കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു പൈതൃക കേന്ദ്രത്തെക്കുറിച്ച് മാത്രമല്ല ഇതിൽ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ഈ രചനയെക്കുറിച്ച് പറയാറുള്ള വിശേഷണം ഒരു എൻസൈക്ലോപീഡിയ ട്രാവലോഗ് എന്നാണ്. ശരിക്കും ആ ഒരു വിശേഷണത്തിന് അർഹമായ ഒരു കൃതിയാണിത്. വളരെയധികം വിജ്ഞാനങ്ങൾ ഇതിൽ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതാണ്. എന്നാൽ തികച്ചും വായനാക്ഷമവുമാണ് ഈ കൃതി. ഇതിൽ ചരിത്രമുണ്ട്, മിത്തുകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, എല്ലാം കൂടി ഡൽഹിയുടെ ഒരു ചരിത്രത്തോടെയാണ് കൃതി തുടങ്ങുന്നത്. വംശസ്മൃതികളും എല്ലാം കൂടിയുള്ള ഒരു കൃതിയാണിത്. അത് മാത്രമല്ല, രാഷ്ട്രീയമായിട്ടുള്ള തൻ്റെ നിലപാടുകൾ ഇതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതിയോട് ചേർന്ന് നിന്നുള്ള ഒരു ദർശനം, ഗംഗയൊക്കെ വിറ്റു തുലയ്ക്കുന്ന ഒരു ഫ്രഞ്ച് കമ്പനിയാണിപ്പോൾ ഗംഗയിലെ ജലം ശുദ്ധീകരിക്കാനായിട്ട് കരാറെടുത്തിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മളെയും ഏറെ വേദനിപ്പിക്കുന്നു. അപ്പോൾ ഗഡ്വാളിലെ ധീരയോദ്ധാക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വക്കം അബ്ദുൾ ഖാദറിനെ കുറിച്ച് അദ്ദേഹം ചങ്കൂറ്റത്തോടെ തൂക്കുകയറ് സ്വീകരിച്ച ആ സന്ദർഭം അതെല്ലാം വിവരിക്കുന്നു. ഇങ്ങനെ ഓരോ പേജിലും നമ്മളെ അത്ഭുതപ്പെടുത്തുകയും കൈകൂപ്പാനായിട്ട് അഞ്ജലീബദ്ധരായി വായിച്ചു പോകുന്ന ഒരു കൃതിയാണിത്. തികച്ചും വായിക്കാൻ ശ്രമിക്കണം. ഓരോ വായനയും നമുക്ക് പുതിയ പുതിയ ഒരു അറിവുകൾ നേടിത്തരികയും ചെയ്യുന്നു. ഹിമാലയത്തിലെ ആ ഹിമാനികളൊക്കെ ഇപ്പോൾ വളരെ വേഗത്തിൽ അപ്രത്യക്ഷമാവുകയാണ് എന്നുള്ള തിരിച്ചറിവൊക്കെ നമ്മെ വേദനപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഹിമാലയത്തിലേക്കുള്ള സഞ്ചാരികളുടെ പ്രളയം, സഞ്ചാരികളുടെ ഒരു ആധിക്യം ഹിമാലയത്തെ വളരെയധികം മലിനപ്പെടുത്തുന്നു എന്നുള്ളതും. അപ്പോൾ ഭക്തിയും പുരാണവും ഐതിഹ്യവും ചരിത്രവും വർത്തമാനകാല വസ്തുതകളും എല്ലാം കൊണ്ട് ഒരു വിസ്മയം തന്നെ ചേർത്തിരിക്കുകയാണ്, വിസ്മയം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഈ ഒരു മഹത്തായ കൃതിയിൽ. ശരിക്കും ഒരു മഹത്തായ കൃതി വായിക്കുന്ന ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാകും. ഈ വയലാർ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും എല്ലാം നിരവധി അവാർഡുകളും ഒക്കെ നേടിയെടുത്ത ഈ കൃതി. നന്ദിയുമായ ടീച്ചർ, ഒരു ബൃഹത്തായ പുസ്തകം പരിചയപ്പെടുത്തി തന്നതിന്, ഞങ്ങളോടൊപ്പം ഈ അക്ഷരത്താളിൽ പങ്കെടുത്തതിന്.
ഇനി ഒരു അമ്മ വായനയും കൂടിയുണ്ട്. നമ്മുടെ ഗാർഗിയ സരസ്വതിയുടെ അമ്മയും ഏറ്റുമാനൂർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ മലയാളം അധ്യാപികയായ നിഷ ടീച്ചറുടെ വായന അനുഭവം നമുക്കൊന്ന് കേട്ടാലോ? നമസ്തേ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകം കെ മുഹമ്മദ് എഴുതിയ ഞാൻ എന്ന ഭാരതീയൻ എന്ന ഈ പുസ്തകമാണ്. വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഈ പുസ്തകം നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. കാരണം കോഴിക്കോടുള്ള ഒരു കുഗ്രാമമായ കൊടുവള്ളിയിലെ ഒരു ലോറി ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു മുസല്ലിയാരോ ആയി തീരാമായിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ലോകമറിയുന്ന ഒരു ആർക്കിയോളജിസ്റ്റായി മാറിയത്. എങ്ങനെയെന്നല്ലേ? വായന ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്ര വലിയ നേട്ടങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയത്. കുട്ടികളായ നിങ്ങൾ ശ്രദ്ധിക്കണം. വായിച്ചാൽ മാത്രമേ നമ്മൾ ഈ ലോകത്ത് നിന്ന് എന്തെങ്കിലും നേടുകയുള്ളൂ. വായന അതൊരു ജീവിതചര്യയാക്കി മാറ്റണം എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾക്ക് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്ന് നോക്കാം. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭാരതത്തിന് സമ്മാനിച്ചത്? അതായത് നൂറ്റാണ്ടുകളായി മൺമറഞ്ഞു കിടന്നിരുന്ന ചരിത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തി അത് അതേപടി പുനർനിർമ്മിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനം മഹാനായ അക്ബർ ചക്രവർത്തിയുടെ ഇബാദത്ത് ഖാനയാണ്. എന്താ ഇബാദത്ത് ഖാന? അതായത് അദ്ദേഹത്തിൻ്റെ അക്ബർ ചക്രവർത്തിയുടെ മതമായ ദിന്നിലാഹിയില്ലേ, ലോകത്തുള്ള സകല മതങ്ങളുടെയും സാരാംശം ചേർത്തിട്ട് മനുഷ്യമതം നിർമ്മിച്ചു. അതിൻ്റെ എല്ലാ ചർച്ചകളും നടന്നത് ഈ ഇബാദത്ത് ഖാനയിലാണ്. ഈ ഇബാദത്ത് ഖാന എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് അവിടെയായിരിക്കാം ഇവിടെയായിരിക്കാം എന്നൊക്കെ പറയുന്നു. പക്ഷേ എവിടെയാണെന്നറിയില്ല. ആ സമയത്താണ് ഇദ്ദേഹത്തിന് അക്ബർ ചക്രവർത്തിയുടെ കാലത്തെ ഒരു പെയിന്റിങ് കിട്ടുന്നത്. ആ പെയിന്റിങ്ങിന് വെച്ചിട്ട് കറക്റ്റ് ലൊക്കേഷൻ അദ്ദേഹം കണ്ടെത്തുകയും ഈ ഇബാദത്ത് ഖാന അദ്ദേഹം മണ്ണൊക്കെ നീക്കി കണ്ടെത്തുകയും ചെയ്തു. ഈ ഇബാദത്ത് ഖാന എങ്ങനെ ഇരിക്കുന്നു, അത് ഏത് രൂപത്തിലാണ് കണ്ടെത്തിയത് എന്നൊക്കെ അറിയാൻ ആകാംക്ഷയില്ലേ? തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കൂ. നിങ്ങളുടെ ആകാംക്ഷയെ ഞാൻ തല്ലിക്കെടുത്തുന്നില്ല. ഈ പുസ്തകം വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. അതുകൂടാതെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ബുദ്ധസ്തൂപങ്ങൾ, സ്മാരകങ്ങൾ, കുഞ്ഞാലിമരക്കാരുടെ തൂക്കിക്കൊന്ന സ്ഥലം, ഇവയൊക്കെ അദ്ദേഹം കണ്ടെത്തി പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന തർക്കഭൂമി എന്നറിയപ്പെടുന്നത് രാമക്ഷേത്രമാണ്. അതായത് ബാബറി മസ്ജിദിന്റെ അടിയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഈ കെ മുഹമ്മദാണ്. അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു മകരപ്രണാളി, അതായത് ഈ ക്ഷേത്രത്തിൽ നിന്നും ഓവിൽ കൂടി തീർത്ഥം പോകുന്ന സ്ഥലമില്ലേ, അതുണ്ടായിരുന്നു, തൂണുണ്ടായിരുന്നു, അങ്ങനെയുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും ഇദ്ദേഹമാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജാതി വർഗ വൈവിധ്യമൊന്നുമില്ലാതെ ഞാനൊരു ഭാരതീയനാണ് എന്ന് നമ്മൾക്ക് മനസ്സുകൊണ്ട് നമ്മൾ പറയിക്കും. ഈ പുസ്തകം വായിച്ചാൽ ഞാനും ഒരു ഭാരതീയനാണെന്ന് അഭിമാനത്തോടെ പറയും. അങ്ങനെ നിങ്ങൾക്കും പറയാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗാർഗിയുടെ അമ്മയ്ക്ക് പ്രത്യേകം നന്ദി. ക്ലാസിക്കുകൾ കാലത്തിനും ദേശത്തിനും അതീതമാണ്. അടുത്തതായി ഷേക്സ്പിയറുടെ കിങ് ലിയറുമായി വരുന്നു അൽഫിദ PS. Friends, I am Alfida PS of class 8B. Today, I am here to introduce you about my favorite book, King Lear. King Lear is tragedy written by William Shakespeare. William Shakespeare was an English writer, poet, and actor widely regarded as the greatest writer in English. He is known as the England's national poet. King Lear is regarded as William Shakespeare's crowning artistic achievement. The story is based on the mythological Lear of Britain. King Lear relinquishes his power and land to two of his daughters. After this, he became densest and insane and prescribed kits of political machineries. Thank you. താങ്ക് യു അൽഫിദ. ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പൗലോ കൊയ്ലോയുടെ തന്നെ ബ്രിഡ എന്ന പുസ്തകവുമായി വരുന്നു ദേവിക. നമസ്കാരം കൂട്ടുകാരെ. വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ഒരു നോവലിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തട്ടി ഏതെങ്കിലും നോവലോ അല്ലെങ്കിൽ കഥയോ ഓർമ്മ വന്നിട്ടുണ്ടാകും. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കഥാകൃത്താണ് പൗലോ കൊയ്ലോ. അദ്ദേഹത്തിൻ്റെ ബ്രിഡ എന്ന നോവലിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്.
ഈ നോവലിൽ ഐറിഷ് സുന്ദരിയായ പ്രിഡ എന്ന പെൺകുട്ടി മാജിക് പഠിക്കാനായി വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവൾ വളരെയധികം ബുദ്ധിമാനായ മഗസ് എന്ന മനുഷ്യനെ തേടി കാട്ടിലേക്ക് തിരിക്കുന്നു. അതിനുശേഷം അവൾ മഗസിനെ മുട്ടുകയും ചെയ്യും. മഗസിൽ നിന്ന് കിട്ടിയ അറിവുകൾക്ക് ശേഷം അവൾ നഗരത്തിലുള്ള വിക്ക എന്ന സ്ത്രീയെയും കണ്ടുമുട്ടുന്നു. ഈ രണ്ട് വ്യക്തികളും അവളുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളും അനുഭവങ്ങളും ഈ നോവലിൽ ഹൃദ്യമായി വിവരിച്ചിട്ടുണ്ട്. അവൾ അങ്ങനെ ആ യാത്രക്കിടയിൽ സ്വന്തം ബന്ധങ്ങളും സ്വയം മാറാനുള്ള ആഗ്രഹവും തമ്മിൽ ഒരു തുല്യത നിലനിർത്താൻ അവൾക്ക് ഒരുപാട് പൊരുതേണ്ടി വന്നു. അവസാനം അവൾ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. ഈ നോവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഇവളെക്കുറിച്ച് ബ്രിഡയെക്കുറിച്ച് പറയുന്ന ഈ നോവൽ വായിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പൗലോ കൊയ്ലോ ഈ നോവൽ രചിച്ചിരിക്കുന്നത്. കുറെ പരിശ്രമിച്ചാൽ വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നതാണ് ഈ നോവലിൻ്റെ സന്ദേശം. ഇതാണ് ബ്രിഡ എന്ന നോവൽ. താങ്ക് യു. ദൃഢയുടെ വായനാനുഭവം എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇനി നമുക്ക് ഉണ്ണിക്കുട്ടന്റെ ലോകത്തേക്കൊരു യാത്രയായാലോ? പരിചയപ്പെടുത്തുന്നു അനീസ. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഞാൻ ഈ അടുത്ത് വായിച്ച ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന പുസ്തകമാണ്. ആ പുസ്തകം ആരാ എഴുതിയതെന്ന് നിങ്ങൾക്കറിയാമോ? നന്ദനാരുടെ യഥാർത്ഥ പേരാണ് PC ഗോപാലൻ. PC ഗോപാലൻ എഴുതിയ ആ പുസ്തകം 3 ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. 1 ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം, 2 ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ, 3 ഉണ്ണിക്കുട്ടൻ വളരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഉണ്ണിക്കുട്ടൻ വളരുന്നു എന്ന ഭാഗം. അതിൽ ഉണ്ണിക്കുട്ടൻ കളിക്കുന്നതും ഉണ്ണിക്കുട്ടൻ ഉത്സവത്തിന് പോകുന്നതും അങ്ങനെ എല്ലാം ഉണ്ട്. ഉണ്ണിക്കുട്ടന് ഒരു അനിയത്തിയുമുണ്ട്, പേര് അമ്മിണി. ഉണ്ണിക്കുട്ടനും അമ്മയും അച്ഛനും അമ്മിണിയും മുത്തച്ഛനും മുത്തച്ഛിയും കുട്ടിയേട്ടനും കുട്ടൻ നായരുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഉണ്ണിക്കുട്ടന്റെ കുസൃതികൾ വളരെ രസകരമായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കുസൃതികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ ഹൃദയം നിറഞ്ഞ വായനാ ദിന ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട്. താങ്ക് യു അനീസ, ഉണ്ണിക്കുട്ടന്റെ ലോകം പരിചയപ്പെടുത്തിയതിന്. കുട്ടികളുടെ ലോകം എത്ര കൗതുകകരമാണ് അല്ലേ? മൂക്ക് വളർന്ന് വിശ്വവിഖ്യാതമായി മൂക്കായി മാറിയ കഥ നമുക്കൊന്ന് കേട്ടാലോ? മുഖസിനെ തന്റെ വായന അനുഭവം പങ്കുവെക്കുന്നു. നമസ്കാരം, ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയാണ്. വളരെ ലളിതമായ കഥയാണിത്, എന്നാൽ മൂർച്ചയുള്ള ചിത്രങ്ങളും കണ്ടെത്താം. ഒരു പാവം പാചകക്കാരൻ കോടീശ്വരനായതാണ് കഥയുടെ ഇതിവൃത്തം. 24-ാം വയസ്സിൽ മൂക്ക് സാധാരണയിൽ കൂടുതലായി വളരുന്നു. അതുകൊണ്ട് തന്നെ കഥയിലുടനീളം ഇദ്ദേഹത്തെ മൂക്കൻ എന്നാണ് പറയുന്നത്. മൂക്ക് വളർന്നതുകൊണ്ട് ഭാഗ്യവും പ്രശംസയും അനുഭവിക്കുന്ന മനുഷ്യന്റെ കഥയാണിത്. സമൂഹത്തിൽ ഇത് ചർച്ചയാകുന്നു. ആളുകൾ മൂക്കനെ കാണാൻ വരുന്നു. ചിലർ മൂക്കനെ അംഗീകരിക്കുന്നു കൂടിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ യുക്തിയും യാഥാർത്ഥ്യവും ഇല്ലാത്ത കഥയാണിത്. സ്വന്തം സ്വഭാവത്തെ പെരുമാറ്റങ്ങളെ വായിക്കാൻ മാറ്റുന്നതാണ് ഈ കഥ. ലോകമെമ്പാടുമുള്ള ആളുകൾ മൂക്ക് കാണാൻ വന്നെങ്കിലും അവന്റെ അമ്മയുടെയും ബുദ്ധിമുട്ടുകൾ ആർക്കും അറിയണ്ടായിരുന്നു. മറിച്ച് തന്നെ അവർ ഒരു കാഴ്ച വസ്തുവായാണ് കണ്ടിരുന്നത്. പിന്നീട് തന്നെ കാണാൻ വരുന്നവരോട് ഫീസ് തരണമെന്ന് അവൻ പറഞ്ഞു. അതോടെ അവൻ സമ്പന്നനും പ്രശസ്തനുമാകുന്നു. നിരവധി അവാർഡുകളും ചലച്ചിത്ര മേഖലകളും അവനെ തേടി വന്നിരുന്നു. മൂക്കൻ കൂടുതലായി അംഗീകാരം നേടിയതോടെ മറ്റൊരു കൂട്ടർ മൂക്കനെ അംഗീകരിക്കുന്നില്ല. ഇതിന്റെ യാഥാർത്ഥ്യം അറിയണമെന്ന് അവർ പറയുന്നു. അതിനാൽ മൂക്കിൽ സൂചി കൊണ്ട് കുത്തുന്നു. അപ്പോൾ ചോരയാണ് അവർ കണ്ടത്. ഈ കഥയിലൂടെ സമൂഹത്തിന്റെ വിഡ്ഢിത്തവും യുക്തിരഹിതവുമായ പെരുമാറ്റമാണ് ബഷീർ ചൂണ്ടിക്കാണിക്കുന്നത്. വിശ്വവിഖ്യാതമായ മൂക്ക് പരിചയപ്പെടുത്തിയ മുഹസനയ്ക്ക് പ്രത്യേകം നന്ദി. വയലാർ അവാർഡും സാഹിത്യ അക്കാദമി അവാർഡും കരസ്ഥമാക്കിയ KR മീരയുടെ ആരാച്ചാർ എന്ന നോവൽ പരിചയപ്പെടുത്താനായി വരുന്നു അപർണ സന്തോഷ്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന പുസ്തകം KR മീരയുടെ ആരാച്ചാർ എന്നാണ്.
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം നിരവധി അവാർഡുകൾ നേടിയ ഒരു കൃതിയാണിത്. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്യപ്പെട്ടു. ബംഗാളിന്റെ പശ്ചാത്തലത്തിൽ വിരിഞ്ഞ ഒരു കഥാഗതിയാണ് ഇതിലുള്ളത്. കുലത്തൊഴിൽ ആരാച്ചാറായ കൃതാ മാലിക്കിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും മനോഭാവങ്ങളെ കോർത്തിണക്കിയ ആണ് ഈ നോവൽ. പിതാവിന്റെ വാർദ്ധക്യ സഹജമായ അനാരോഗ്യത്തെ തുടർന്ന് കുലത്തൊഴിൽ ഏറ്റെടുക്കേണ്ടി വന്ന 22 വയസ്സുകാരി ചേതന മാലിക്കിന്റെ ആത്മസംഘർഷത്തിന്റെയും കഥയാണിത്. സ്ത്രീയുടെയും പുരുഷന്റെയും പ്രണയ സങ്കല്പങ്ങളും പൊള്ളത്തരങ്ങളും വിരഹവും എല്ലാം ഇതിൽ വരച്ചു കാട്ടുന്നു. തന്നെ പ്രണയിച്ച് വഞ്ചിച്ച ദീപക് മിശ്രയെ തൂക്കിലേറ്റി അപമാനപ്പെട്ട സ്ത്രീത്വത്തിന്റെ പേരിൽ ചേതന മാലിക് എന്ന ആരാച്ചാർ തന്റെ ജന്മദൗത്യം തീർക്കുന്നത് ആണ് കഥാന്ത്യം. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ കപടമുഖങ്ങൾ അഴിച്ചു കാട്ടുന്ന ഒരു കഥയായ ആരാച്ചാർ എന്ന നോവൽ എല്ലാവരും വായിക്കണം. നന്ദി. പ്രവാസി ജീവിതത്തിൽ നേരിടുന്ന ദുരനുഭവങ്ങളുടെ കഥ പറഞ്ഞ ആടുജീവിതം, ബെന്യാമിന്റെ ആടുജീവിതം പരിചയപ്പെടുത്താൻ എത്തുന്നു പവിത്ര സജി. മലയാള സാഹിത്യത്തിനെ ലോകത്തിന്റെ തന്നെ നെറുകയിൽ കൊണ്ടെത്തിച്ച ബെന്യാമിന്റെ ആടുജീവിതം എന്ന പുസ്തകമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് എന്ന ടാഗ്ലൈനോട് കൂടി ഗ്രീൻ ബുക്സ് 2008 പബ്ലിഷ് ചെയ്ത ആടുജീവിതം മലയാളം കടന്ന് ഇംഗ്ലീഷിലേക്കും ഇന്ത്യയിലെ മറ്റു ഭാഷകളിലേക്കുമെല്ലാം തർജ്ജമ ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ എന്ന ചെറിയ ഒരു തീരദേശ ഗ്രാമത്തിൽ ജീവിച്ച നജീബ് എന്ന യുവാവ് പുഴയും കായലും കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി സുഹൃത്തിൽ നിന്നും കിട്ടിയ വിസയിൽ സൗദിയിലേക്ക് ഓഫീസ് ജോലിക്കായി പോകുന്നതാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. ധാരാളം പ്രതീക്ഷകളുമായി സൗദിയിൽ എത്തപ്പെട്ട നജീബിനെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഹക്കീം എന്ന യുവാവിനെയും കാത്ത് ഒരു അർബാബ് നിൽക്കുന്നുണ്ടായിരുന്നു. അർബാബ് അവരെ മത്സറ എന്ന ആടുകളെ വളർത്തുന്ന ഇടത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവർ പ്രതീക്ഷിച്ചതൊന്നുമായിരുന്നില്ല സംഭവിച്ചത്. ചുറ്റും മണലും മരുഭൂമിയും ഒരു ആട് ഫാമും മാത്രം. അവിടെ അർബാബും നജീബും കുറെ ആടുകളും. ഹക്കീമിന് ഇതുപോലെ മറ്റൊരിടം. ആടുജീവിതം എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തെ അവിടെ കാത്തിരുന്നത്. ഏകദേശം 1.5 വർഷത്തോളം അർബാബിന്റെ അടിയും ആടുകൾക്കൊപ്പമുള്ള ജീവിതവും വല്ലപ്പോഴും കിട്ടുന്ന കുബൂസും മാത്രം കഴിച്ച് ജീവിക്കുന്ന ആ മനുഷ്യന്റെ ജീവിതം പ്രവാസ ജീവിതത്തിൽ പലർക്കും അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നു. കഴിഞ്ഞ പതിറ്റാണ്ടിൽ മലയാളികൾ ഏറ്റവും അധികം വായിച്ചതും ധാരാളം അവാർഡുകൾ കിട്ടിയതുമായ ഒരു പുസ്തകമാണിത്. താങ്ക് യു. നന്ദി പവിത്ര. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മലയാളത്തിന്റെ പ്രിയ നോവൽ പരിചയപ്പെടുത്തിയതിന് അടുത്തതായി മേഘ രാജീവിന്റെ റോബിൻസൺ ക്രൂസോ എന്ന ബുക്കിന്റെ അവതരണം ഒന്ന് കേട്ടു നോക്കിയാലോ? Hi friends, my name is Megha Rajiv. I'm studying in 8th standard. Today I introduce a book for you, Robinson Crusoe. This book is about Robinson Crusoe. This book describes his life and his life adventures. The author of this book is Daniel Defoe. Widely regarded as the first realistic English novel, Daniel Defoe's Robinson Crusoe is one of the most influential adventure stories at all time. Robinson Crusoe forced to overcome despair, doubt and self-pity. He struggles to create a life for himself in the wilderness. His main adventures are recounted in vivid detail, including a fierce battle with cannibals, Receivers of Friday. And now I tell a small paragraph in this book. My first voyage. My first voyage was not a long one. I visited no new lands, for the ship went only to London. But the things which I saw in that great city seemed very wonderful to me. Nothing would satisfy me but to make a long voyage. I wish to see the whole world. This small paragraph tells Robinson Crusoe wished to see the whole world. You all like adventures? Please read this story, Robinson Crusoe. Thank you so much. താങ്ക് യു മേഘ. സാഹസിക സഞ്ചാരങ്ങൾ നിറഞ്ഞ ഇത്തരം പുസ്തകങ്ങൾ ഞങ്ങളുടെ ബാല്യങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവയാണ്. അക്ഷരത്താളിലെ ഇന്നത്തെ വായനകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ പുസ്തകങ്ങളുമായി ഇനിയും കൂട്ടുകാരെത്തും. എല്ലാവർക്കും നന്ദി. ഇന്നത്തെ പുസ്തകാവതരണങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? റീഡിംഗ് ഈസ് ടു ദ മൈൻഡ് വാട്ട് എക്സസൈസ് ഈസ് ടു ദ ബോഡി. അതെ, മനസ്സിന്റെ വ്യായാമമാണ് വായന എന്നത്.
ആ തിരിച്ചറിവോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുന്നു. താങ്ക്